ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂർ പാലസിലെത്തിയേക്കാണ്. നമ്മുടെ ബാംഗ്ലൂരാണ്, ഇതാണ് ബാംഗ്ലൂർ പാലസിലെത്തിയേക്കാണ്. എൻ്റെ കൂടെ ശ്രേയസ് സാറുണ്ട്. അപ്പോൾ ഞാനും കൂടി ഉണ്ട്. ഇനി ശ്രേയസ് സാറ് പറ ಕನ್ನಡದಲ್ಲಿ. ಸೊ ನಾವೀಗ ಬ್ಯಾಂಗ್ಳೂರ್ ಪ್ಯಾಲೇಸಲ್ಲಿದ್ದೀವಿ ಗೈಸ್. ಸೊ ಈಗ ಬೆಂಜು ಸರ್ ಹೇಳಿದಾಗೆ ನಾನು ಮತ್ತು ಅವರು ಈಗ ಇಲ್ಲಿ ಬಂದಿದ್ವಿ. ನೋಡು ಈಗ ಏನೆಲ್ಲ ಇದೆ ಅಂತ ನಾವು ತೋರಿಸ್ತೇವೆ. അപ്പോൾ ഇതിൽ എൻട്രി ഫീസ് ഇപ്പോൾ കാണിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ എൻട്രി പാസ് ഫോർ ദ പാലസ് വിസിറ്റിംഗ് 260, 500 ഉള്ള രീതിയിലാണ്. കನ್ನಡದಲ್ಲಿ ಮಾತಾಡಿ. ಹಾಂ, ಈಗ ಇದು ಇಲ್ಲಿ ಏನು ಹೇಳಿದ್ದಾರೆ ಅಂದರೆ ಇಂಡಿಯನ್ ವಿಸಿಟರ್ಸ್ಗೆ 260 ರುಪೀಸ್ ಇದೆ ಮತ್ತು ಫಾರಿನ್ ವಿಸಿಟರ್ಸ್ಗೆ 500 ರುಪೀಸು. ಸೊ ಇದು ನಮಗೆ ಎಂಟ್ರಿ ಪಾಸ್ ಇಲ್ಲಿ ಬ್ಯಾಂಗ್ಳೂರ್ ಪ್ಯಾಲೇಸ್. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരു ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവരും ക്യൂ നിൽക്കുകയാണ് ബാംഗ്ലൂർ പാലസിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയായിട്ട് നിൽക്കുകയാണ് പാലസ്. ഇത് ശരിക്കും ഇവിടെ ക്യാമറ പ്രൊഹിബിറ്റഡ് ആണ്. ഇതിൻ്റെ ഉൾഭാഗം നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ಚೆನ್ನಾಗಿದೆ. ಸೊ ಇದು ಬ್ಯಾಂಗ್ಳೂರ್ದು ಒಳಗೆ ಇನ್ಸೈಡ್. ಸೊ ನಿಮಗೆ ತೋರ್ಬೋದು, ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ, ಇಲ್ಲಿ ಸೂಪರ್ ಆಗಿದೆ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ പാലസ്. ആക്ച്വലി അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ വീക്കെൻഡിലാണ് പോയിരിക്കുന്നത്. വീക്കെൻഡിൽ പോയപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പിന്നെ ഉള്ളിൽ ക്യാമറ പ്രൊഹിബിറ്റഡ് ആണ്. പക്ഷേ ഞങ്ങൾ ചെറുതായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിനുള്ളിൽ. അത് ഞങ്ങൾ ഈ വീഡിയോൻ്റെ ബാക്കിൽ ഇടും. പിന്നെ എന്താ, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. സൺഡേ ആയതുകൊണ്ടായിരിക്കണം ഇത്രയധികം ആൾക്കാർ, മുടക്കാണല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ബാക്കിയുള്ള ഇത് പുറം കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ പാലസ്. കുറേ മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ ബാംഗ്ലൂർ പാലസിൽ. കസിൻസ് മലയാളം മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ಏನು ಸರ್, ಹುಡುಗಿ ನೋಡಲಿಕ್ಕೆ ರೆಡಿ ಆಯ್ತಾ? അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് ബാംഗ്ലൂർ പാലസ്. നമ്മൾ കയറുന്നത് തന്നെ പിന്നെ നമുക്ക് ഇങ്ങനത്തെ സ്റ്റിക്കർ ഒട്ടിച്ചേരും. ഇങ്ങനത്തെ സ്റ്റിക്കർ കണ്ടില്ലേ, ഇങ്ങനത്തെ സ്റ്റിക്കർ ഒട്ടിച്ചേരും. അത് നമുക്ക് ഐഡൻറ്റിഫിക്കേഷനാണ് അവർ ഒട്ടിച്ചേരുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കളയാം. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. സൺഡേ ആയതുകൊണ്ട് നല്ല കളക്ഷനൊക്കെ ഉണ്ട്. പിന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഒരു 260 to 300 വരും ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കി സ്ട്രക്ചർ നോക്കി ശരിക്കും ഒരു പാലസ് പോലെ തന്നെയാണ്. മൈസൂർ പാലസ് പോലെ തന്നെ കുറച്ചും ഡിഫറെൻ്റ് ആണ്. ബാക്കി കന്നഡയിൽ കൊത്തു നമ്മുടെ സാധനം. സോ ഞങ്ങൾ ബിന്ദു സാർ പറഞ്ഞ പോലെ ഞാനിനി കന്നഡയിൽ പറയും. ಸೊ ಈಗ ನೀವು ನೋಡ್ತಾ ಇದ್ದೀರಾ, ಇದು ಬ್ಯಾಂಗ್ಳೂರ್ ಪ್ಯಾಲೇಸು. ಸೊ ಬ್ಯಾಂಗ್ಳೂರ್ ಪ್ಯಾಲೇಸ್ಗೆ ಆ್ಯಕ್ಚುಲಿ ಒಂದು ಎಂಟ್ರಿ ಟಿಕೆಟ್ ಇದೆ. ಸೊ ಟಿಕೆಟ್ ಕಾಸ್ಟ್ ಆ್ಯಕ್ಚುಲಿ 250 ರುಪೀಸ್. ಆದರೆ ಫಾರಿನರ್ ಆದರೆ ನಿಮಗೆ ಒಂದು 500 ರುಪೀಸ್ ಆ ಥರ ಆಗ್ತದೆ. ಸೊ ಜಾಸ್ತಿ ಇರ್ತದೆ, ನಿಮ್ಗೆ ಗೊತ್ತಿದೆ. ಸೊ ಸರ್ ಹೇಳಿದಾಗೆ ನಿಮಗೆ ಒಂದು ಎಂಟ್ರಿ ಮಾಡಲಿಕ್ಕೆ ಒಂದು ಸ್ಟಿಕ್ಕರ್ ಥರ ಕೊಡ್ತಾರೆ. ಈ ಥರ ಒಂದು ಸ್ಟಿಕ್ಕರ್ ಕೊಡ್ತಾರೆ ನಿಮಗೆ ಟಿಕೆಟ್ ಕೊಟ್ಟಾಗಿ ಅಂತ. ಮತ್ತು ನೀವೆಲ್ಲ ಇದರ ಆರ್ಕಿಟೆಕ್ಚರ್ ನೋಡ್ಬೋದು, ಒಳಗೆ ಹೋಗಿ ಎಲ್ಲ ನೋಡ್ಬೋದು. ಒಳಗೆ ಮೊಬೈಲ್ ಎಂಟ್ರಿ ಇಲ್ಲ, ಪ್ರೊಹಿಬಿಟೆಡ್. ಸೊ ಈ ಥರ ಆರ್ಕಿಟೆಕ್ಚರ್ ಎಲ್ಲ ಸ್ವಲ್ಪ ಚೆನ್ನಾಗಿದೆ. ಸೊ ಅದೇ ನಾವು ಸ್ವಲ್ಪ ಎಂಜಾಯ್ ಮಾಡಿದ್ವಿ ನೋಡಿ. ಏನೇನಿದ್ರೆ ಬೆಂಜು ಸರ್ ಹೇಳ್ತಾರೆ ಮಲಯಾಳಂದಲ್ಲಿ. അത് നോക്കി അവിടെ കറക്റ്റ് ഫക്ക് കാണിക്കാൻ പോലില്ലേ സാർ? അത് നോക്കി കറക്റ്റ് കൈ കൊണ്ട് ആ സ്ഥലം അവിടെ നോക്കി. ആ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോയി നോക്കി. എൻ്റെ പ്രശ്നം അതല്ല, നിങ്ങൾക്ക് നോക്കുന്നില്ല. ഇനി നിങ്ങൾ കന്നഡയിൽ കൊത്തു. Can anybody out there hear me?